നിന്റെ കുടുംബത്തിന് വേണ്ടതെല്ലാം നൽകി തന്ന നിന്റെ സമ്പത്തിനെ അല്ല നീ സ്നേഹിക്കേണ്ടത്, നിന്റെ സൗന്ദര്യത്തെ അല്ല നീ സ്നേഹിക്കേണ്ടത്, നിനക്ക് ലഭിച്ച വാഹനത്തെ അല്ല നീ സ്നേഹിക്കേണ്ടത്, നിനക്ക് ലഭിച്ച ജോലിയല്ല സ്നേഹിക്കേണ്ടത്. ഇതെല്ലാം തന്ന ദൈവത്തെയാണ് നീ സ്നേഹിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പലരും ദൈവം തന്ന വാഗ്ദത്തത്തെ സ്നേഹിച്ചു പോകാറുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഭാവി കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്ന പലരുമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വീടും ചുറ്റുപാടുകളും വാഹനങ്ങളും ഒക്കെ ലഭിച്ചു കഴിയുമ്പോൾ, ഉന്നത രാജ്യങ്ങളിൽ ജോലി ലഭിച്ചു കഴിയുമ്പോൾ, ഇവിടെ നിന്ന് മാതാപിതാക്കളും ദൈവസഭയും പ്രാർത്ഥിച്ച് രാജ്യങ്ങളിലും UK-യിലും അമേരിക്കയിലും ഒക്കെ പറഞ്ഞയച്ചു വിട്ട് കഴിയുമ്പോൾ, അവർ ആ ജോലി വലിയതായി കാണുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ അവിടെ അയച്ചത്, ആ സ്ഥാനത്താക്കി വെച്ചത് ജീവിക്കുന്ന ഒരു ദൈവമാണ്. പ്രാർത്ഥനയുടെ മറുപടിയാണ് നീ അവിടെ ആയിരിക്കുന്നത്. നീ ആ ജോലി ലഭിച്ചത് നിന്റെ കഴിവല്ല, നിന്റെ യോഗ്യതയല്ല, പ്രാർത്ഥിച്ച മുട്ടുമടക്കിയ അനേക ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ കണ്ണുനീരാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് നിനക്ക് ലഭിച്ച ജോലിയല്ല വലുത്, ജോലി തന്ന ദൈവമാണ് വലുത്. നിനക്ക് വീട് തന്ന വീടല്ല വലുത്, നിന്റെ ജോലിയല്ല വലുത്, നിന്റെ തലമുറയല്ല വലുത്, തന്ന ദൈവമാണ് വലുത്. എന്നോട് ചേർന്ന് എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അധികാലത്തെ തന്നെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരുമായി യാത്ര തിരിച്ചതിന് കാരണം വിളിച്ച ദൈവമായിട്ടുള്ള ബന്ധം തനിക്ക് അടി ഉറച്ചതായിരുന്നു. വിളിച്ച ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ താൻ ബന്ധമുള്ളവരായിരുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞ വാക്കിൽ നിന്ന് ഒരടി മാറാതെ, ദൈവം പറഞ്ഞ ആലോചനയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് മാറാതെ ആ ശബ്ദത്തിന് വേണ്ടി അബ്രഹാം നിന്നപ്പോൾ ദൈവത്തിന് തന്റെ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞില്ല.